നമ്മുടെ പ്രിയദർശിനി സൗജന്യ വനിതാ ബസ് യാത്ര പദ്ധതി ഇന്ന് നിലവിൽ വന്നല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രസകരമായിട്ടുള്ള കുറേ സംഭവ വികാസങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട്. രസകരവും ചിലത് നീർന്നതുമായ സംഭവങ്ങളുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പദ്ധതിയുടെ ഉദ്ഘാടനം അതാത് ജില്ലകളിൽ KSRTC ഡിപ്പോ നിലനിൽക്കുന്ന സ്ഥലത്തെ MLA-മാർ അല്ലെ മന്ത്രിമാർ അവരാണ് ചെയ്തിരുന്നത്. നമുക്കറിയാം, പ്രധാനമായിട്ട് ഇന്ന് 9 മണിക്ക് ശേഷമാണ്, അതായത് ഇത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഈ ആനുകൂല്യം ലഭിച്ചു തുടങ്ങുക എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. 9 മണിക്ക് ശേഷമേ ഇത് വർക്കാവുള്ളതാണ് ഈ സംവിധാനം വർക്കാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇന്ന് അങ്ങനെ തുടങ്ങി. പക്ഷെ പതിവ് പോലെ നമ്മുടെ കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും എന്ന പോലെയുള്ള ഒരു ആൾക്കൂട്ടം ഇതിനും ഉണ്ടായിരുന്നു. ഇല്ല, ആ കാര്യം വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്നുള്ളതാണ്. ഖദറിട്ടവരെല്ലാം കോൺഗ്രസ് നേതാവെന്നുള്ള സ്വയം ചമഞ്ഞ് എല്ലാവരും രാവിലെ ഇടിച്ചു കയറി വരും. രാവിലെ ഞാൻ വരുമ്പോൾ കിഴക്കേക്കോട്ടയിൽ നിറയെ ഖദർധാരികളാണ്, അവിടെയും അവർ നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് നീറ്റൽ സമ്മാനിക്കുന്നതും ഒന്ന് വലിയ നാണക്കേട് സമ്മാനിക്കുന്നതുമായിട്ട്. നീറ്റൽ സമ്മാനിക്കുന്ന സംഭവം കൊല്ലത്താണ് തോന്നുന്നു അല്ലേ. കൊല്ലത്തെ മന്ത്രി, സാമൂഹ്യക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലവഴി പായസം വീണതാണ്. നമ്മൾ ആ വിഷുവിനോട് നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം മന്ത്രി വളരെ സന്തോഷമായിട്ട് ബസ്സിൽ സീറ്റ് ഇരിക്കുന്നുണ്ട്, കുറച്ചുകൂടെ യാത്ര ചെയ്തിട്ട് ഇറങ്ങാനായിരിക്കും. പക്ഷെ പെട്ടെന്നാണ് മന്ത്രി ഞെട്ടി തലയിൽ കൂടെ എന്തോ വീഴുന്നത്. ചൂട് പായസമാണത്, അല്ല തണുത്ത പായസം. ഇത്രയും ആൾക്കാർ തങ്ങി നിൽക്കുന്ന ഇടയ്ക്കൂടി പായസവും കൊണ്ട് വന്നവനെ വേണം ഓടിക്കാൻ അല്ലേ. അതെ, ഇത്രയും ആൾക്കാർ ഇടിച്ചു കുത്തി ഈ ബസ്സിനകത്ത് നിൽക്കുക, അതിനകത്ത് കൊണ്ട് പായസം കൊണ്ട് തലയിൽ ഒഴിക്കുക. അത് വേറെ ആരുടെ അല്ല, മിനിസ്റ്ററുടെ തലയിൽ തന്നെ കൊണ്ട് ഒഴിച്ചു കൊടുത്തു. സ്വന്തം നാട്ടുകാരിയായ മിനിസ്റ്റർ. ഇതിപ്പം നമ്മൾ ഇതിനെ വേറൊരു തലത്തിൽ ചർച്ച ചെയ്യണം. ഇവിടെ നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി, സാമൂഹ്യക്ഷേമ മന്ത്രി ആയിരുന്നു ഈ സ്പോട്ടിൽ. കഴുത്തുളുക്കിയായിരുന്നെങ്കിൽ ഇവർ മുഴുവൻ ജയിലിൽ പോകേണ്ടത് തന്നെ. ഗറില്ല വാർഫെയർ ആണെന്ന് പറഞ്ഞ നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ തിളച്ച പായസം ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അകത്ത് പോയത്. കാരണം ആ മിനിസ്റ്ററുടെ ചുറ്റിനും നിന്ന ആൾക്കാർ മനഃപൂർവ്വം അവരുടെ രാഷ്ട്രീയം തെരഞ്ഞ് അവരുടെ അതെല്ലാം ചികഞ്ഞിട്ട് അത് വെച്ചിട്ട് ഇവരെ അകത്ത് വിടാനുള്ള ഒരു സംവിധാനം വളരെ വിശദമായ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. താത്വികമായ അവലോകനം MP ഗോവിന്ദൻ ഉറപ്പായിട്ടും നടത്തുമായിരുന്നു. അങ്ങനെ പലവിധ സംഭവങ്ങളും നടക്കുമായിരുന്നു. പക്ഷെ അത് നമുക്കറിയാം, ആൾക്കൂട്ടമില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയില്ല, UDF എന്ന് പറയുന്ന സംഘടനയും ഇല്ല. ആൾക്കൂട്ടം എന്നതാണ് അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സ്റ്റേജിൽ സദസ്സുള്ളതിനേക്കാളും ആളിരിക്കുന്നവരെ ഒരു പ്രസ്ഥാനം അതാണ്. അതെ, ഇന്നും വേറൊരു രസകരമായ കാഴ്ചയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ ഈ ബിന്ദു മിനിസ്റ്റർക്ക് സംഭവിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചാനൽ ക്യാമറ കണ്ടപ്പോൾ ഈ അണികളെല്ലാം കൂടി ഇടിച്ച് കയറിയതാണ്. അപ്പോൾ ആരോ ഒരാൾ പായസം കിട്ടി കുടിക്കാമെന്നപ്പോൾ ക്യാമറ കണ്ടത്. അപ്പോൾ ആ ഒരു ഫോഴ്സിൽ നേരെ ആരെങ്കിലും ഈ തള്ളിമാറ്റോടെ സ്ഥിരം പരിപാടിയാണല്ലോ കോൺഗ്രസ് അറിയാലോ. ഈ രണ്ട് കൈകൊണ്ടുള്ള പ്രയോഗമാണ് ഇത്, ഇടിച്ച് മാറ്റിയിട്ട് കയറുക എന്നുള്ളത്. ഇവരെ ജാഥയിൽ ഫ്രണ്ട് വയ്ക്കാൻ വേണ്ടി നമ്മൾ കാണാറുണ്ട്. ഒരിക്കലേ ഇവർ രാജ്ഭവൻ മാർച്ച് നടത്തി കോൺഗ്രസ്സുകാർ. അപ്പോൾ രസമാണ്. അപ്പം കുറേ പേര് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഫ്രണ്ട് കയറുന്നുണ്ട്. ഈ വെള്ളയമ്പലത്ത് രാജ്ഭവനോട് തിരിയുന്ന വളവത്തിൽ കുറച്ച് നേതാക്കന്മാരോട് പതുങ്ങിയിരിക്കുകയായിരുന്നു. ഇവർ പെട്ടെന്ന് ചാടി എഴുതി ഫ്രണ്ട് കയറി. ഇതിനകത്ത് നമുക്കറിയാലോ, ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കുന്ന തീപ്പെട്ടി എടുത്ത് മാറ്റി വെക്കുമായിരുന്നു പണ്ട്. മറ്റേ സിനിമയിൽ കാണിക്കുന്നത് തീപ്പെട്ടി എടുത്ത് അത് കൈ പിടിക്കും. അതുപോലെ തിരി ഒരുത്തം കൊണ്ടുപോകും. ഈ വിളക്ക് പോലും അവസാനം ഈ വിളക്കൊരുത്തം കൊണ്ടുപോകാൻ തുടങ്ങി. വിളക്കൊരുത്തം കൊണ്ടുപോയി തുടങ്ങിയപ്പോൾ അവസാനം തീപ്പെട്ടി വരുമ്പോൾ തീപ്പെട്ടിയായിട്ട് പോകാം. സിനിമയിൽ കാണുന്നതല്ല, അത് യഥാർത്ഥത്തിലുള്ള. അതുപോലെ പണ്ട് ഈ അതായത് നമ്മുടെ ഇപ്പോഴത്തെ അത്രയും ചാനലുകളുടെ ഒരു തേർവാഴ്ച ഇല്ലാത്ത ഒരു കാലത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത്, AK ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് ഇതുപോലെ അന്നിപ്പോൾ കുറച്ച് ചാനലുകളേ ഉള്ളൂ. അന്ന് ഈ പിന്നെ ഏഷ്യാനെറ്റും മനോരമ ന്യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, സൂര്യ, അങ്ങനെ കുറച്ച് ജീവൻ TV ഒക്കെ ഉണ്ട്. അപ്പം അന്ന് ഈ ചാനലുകളെല്ലാം വന്ന്, ദൂരദർശനുണ്ട്, ഇവരെല്ലാം വരുന്നു. അതുപോലെ ഭയങ്കര ഇടിയാണ്. അഴൂർ ഗസ്റ്റ് ഹൗസ്, പത്തനംതിട്ട അഴൂർ ഗസ്റ്റ് ഹൗസിൽ ഒരു പത്രസമ്മേളനം AK ആന്റണി വിളിച്ചു. അപ്പോൾ ഭയങ്കര ഇടിയാണ്. AK ആന്റണി അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്, ഒരു സോഫയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഓപ്പോസിറ്റ് മാധ്യമപ്രവർത്തകർ ഇരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ഇടിച്ചിട്ട് ചുറ്റിനും ആളിങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇടിച്ച് നിൽക്കുന്നവർക്ക് ആർക്കും ഒരു കാര്യം അറിയത്തില്ല, ഫ്രെയിമിൽ AK ആന്റണി മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, നമ്മുടെ ചാനലുകാരുടെ പരിപാടി അറിയാമല്ലോ. അവരല്ലാത്ത ഒരു സ്ഥലത്ത് മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലത്ത് ഫ്രെയിമിൽ എപ്പോഴും ആ ആൾ മാത്രമേ വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ യാദൃശ്യമായിട്ട് കയ്യിൽ പിടിച്ചെടുക്കുന്ന സമയത്താണ് ഈ ചുറ്റിനുള്ളതൊക്കെ വരുന്നത്. അപ്പോൾ ഇത് അറിയാതെ ആശാന്മാരെല്ലാം കൂടി ഇങ്ങനെ കടന്ന് തള്ളിക്കൊണ്ടിരിക്കുക. ഈ ഇന്ത്യൻ പ്രണയകഥയിൽ ഫാസിലിൻ്റെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി. അപ്പോൾ ഇതിനകത്ത് ഒരു വിരുദ്ധൻ, അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിലെ ഒരു നല്ല നേതാവാണ്, ജില്ലാ ഭാരവാഹിയാണ്. അദ്ദേഹം നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. അദ്ദേഹത്തിനകത്ത് നോക്കുമ്പോൾ പടം വരത്തില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് പുള്ളി നേരെ അവിടെ അങ്ങ് ഇരുന്നു.
നേരെ ഇരുന്നു. അപ്പം ഈ സോഫ AK പുറകിൽ ഈ ഷോൾഡർ ലെവലിൽ സോഫയുടെ പുള്ളി അവിടെ തല കൊണ്ടങ്ങ് വെച്ചു. അപ്പോൾ ഒരു തല വെട്ടിയെടുത്ത് വെച്ചിരിക്കും, തല മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും ഉടലില്ല. അപ്പം നോക്കുമ്പോൾ എന്താണ്, എങ്ങനെ ക്യാമറമാന്മാർ നോക്കിയിട്ടും AK ആൻ്റണിയുടെ ഫ്രെയിമിൽ AK ആൻ്റണിയുടെ മുഖത്തിനൊപ്പം ഈ രാവണന്റെ 10 തലയിൽ ഒന്നുപോലെ ഈ പുള്ളിയുടെ തലയിരിക്കും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഈ പുള്ളി ഇറങ്ങി വന്നപ്പോൾ ഞാൻ പുള്ളിയോട് നമിച്ചു ഞാൻ നിങ്ങളെ. കാരണം ഇത് വേറെ ആർക്കും തോന്നാത്ത ബുദ്ധിയാണ്. ഇതിനകത്ത് നിങ്ങൾ ഈ ചാനലുകാരനെ എത്ര വിചാരിച്ചു തന്നെ നിങ്ങളെ വെട്ടി മാറ്റാൻ പറ്റും. കാരണം ആൻ്റണിയുടെ തലയോട് പണ്ട് കേരളത്തിലെ ഒരു ജില്ലയെന്ന് നേതാവാരെന്ന് പറയുന്നില്ല, പത്രപ്രവർത്തകരുടെ മത്സരം വെച്ചു എന്നാണ്. അവിടെ ഒരു പ്രാദേശിക നേതാവിനെ, ആ ജില്ലയിലെ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ചടങ്ങിന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ളത് ആര് വന്നാലും പരാജയപ്പെട്ടു എന്നാണ്. ആർക്കും അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ്. അദ്ദേഹം കയറും, അദ്ദേഹം വന്നിരിക്കും. പണ്ട് നമ്മൾ ഈ പടം കാണുമ്പം ക്യാച്ച് വേർഡ് പറഞ്ഞ ഒരു വിളക്ക് 1000 പേര് വന്നാൽ, ഒരു വിളക്ക് 1000 പേര്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാവണം ഇന്ന് ഈ പറയുന്ന ഇടിയുണ്ടായി അവർക്ക് മിനിസ്റ്റർക്ക് ബിന്ദുകൃഷ്ണയുടെ തലയിൽ വീണു. വേറൊരു വലിയ ദയനീയമായ ഒരു സമരം നമ്മൾ കണ്ടു കോട്ടയത്ത്. ഈ വിവരക്കേടെന്ന് പറയുന്ന ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കാൻ തോന്നി ഈ മഹിളാ മോർച്ച അല്ലെ. നേരത്തെ അവര് ഇതൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. നേരത്തെ അവര് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മന്ത്രിസഭ പറഞ്ഞതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇപ്പം മന്ത്രിമാരാരാണെന്ന് പോലും അറിയുന്നത്. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് മുമ്പ് ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ്. അവസാനം ഒരു പാവപ്പെട്ട ലേഡി ഒരു 100-300 രൂപ അവരുടെ പോയി, ആരൊക്കെ ലേഡി കണ്ടക്ടർ, അതെ ഇവർക്കെല്ലാം ടിക്കറ്റ് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളാരും പൈസ തരണ്ട, ഞാൻ കൊടുത്തോളാം. അങ്ങനെ അവരാ പൈസ കൊടുത്തു. ഇവരെ സമരം വിജയിച്ചെന്നും പറഞ്ഞ് ഇവരെ ഇറങ്ങിപ്പോയി. അന്ന് ഇത് വളരെ വ്യാപകമായ ട്രോളിന് വിധേയമായി. പാർട്ടി അവരെ വിമർശിച്ചെന്ന് തോന്നുന്നു. കാണിക്കുക ഇന്നും അത് തന്നെയാണ് കാണിച്ചിരുന്നത് കോട്ടയത്ത്. കാരണം ഈ വനിതകളെല്ലാം കയറി ഇന്ന് ഫ്രീ ആയിട്ട് പോകാൻ തുടങ്ങുന്ന ബസ്സേ കയറി ബഹളം ഉണ്ടാക്കി. ടിക്കറ്റ് എടുക്കുന്ന ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്ന മനുഷ്യ യാത്ര ഒരാൾ പറയുന്നുണ്ട്, ഞാൻ 3/4 മണിക്കൂർ ബസ്സിൽ കയറി ഇരിക്കുകയാണ്, മര്യാദ ഇങ്ങനെ ഇറങ്ങിപ്പോ അല്ലെങ്കിൽ സംഗതി ശരി വശക്കേടാവുന്ന പറയുന്നുണ്ട്. ഇത് മനസ്സിലാവുന്നതുമില്ല. എന്നിട്ട് കേറിയത് ബസ്സാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ കഷ്ടമാണ് ഇതൊക്കെ. എന്തായാലും ആ യാത്രക്കാരെല്ലാം കൂടെ ചേർന്ന് അടിച്ചു പിടിച്ച് ഓടിച്ചു. യാത്രക്കാർ ഇവരെ കൈവയ്ക്കുന്നതിന് മുമ്പ് എന്തായാലും അവരെ വെളിയിറങ്ങി അവിടെ മനസ്സിലായെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണിച്ച അബദ്ധം എന്താണെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ. കണ്ടക്ടറും ഒക്കെ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് ഒന്നും അവർക്ക് തലയിൽ കയറുന്നില്ല. ഇവരങ്ങനെ നിൽക്കുകയാണ്. ക്യാമറ കണ്ടപ്പോഴേ ആവേശം വീണ്ടും മൂത്ത്. മിക്കവാറും സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ പേരില്ലേ യാത്ര തടസ്സപ്പെടുത്തിയതിന് ഇത്രയും യാത്രക്കാർ ബുദ്ധിമുട്ടിന് ഔദ്യോഗിക കേസെടുക്കണം. കാരണം ഈ കാണിക്കുന്ന മുഴുവൻ പട്ടിഷോയാണ്. ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ പോലും ആ ഒരു ഹർത്താൽ ഇവിടെ നടത്തിയതിന്റെ പേരിൽ ഈ സംഘടനകൾക്കെതിരെ നാട്ടുകാർ തിരിഞ്ഞു അല്ലേ. അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ അതിനൊക്കെ കയ്യടിയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി നിൽക്കുന്നതൊക്കെ പണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരും അംഗീകരിക്കില്ല. കിഴക്കും അറിയാൻ പാടാത്ത കുറെ പെണ്ണുങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ ചെന്ന സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ DTO ATO ആരാന്ന് വെച്ചാൽ അവരെ ഗതാഗതം വയ്ക്കുക. അതിന് പകരം ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി ഫാസ്റ്റ് ഹോസ്റ്റലിൽ പോകാൻ നിൽക്കുന്ന ആളെ നിങ്ങൾ പോകാൻ പറ്റില്ല, ഞങ്ങളെ ഇവിടെ കൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒത്തിരി വിവരക്കേടുണ്ട് ഇതിൻ്റെ അപ്പുറം. എന്തായാലും വളരെ സംഭവബഹുലമായിരുന്നു പ്രിയദർശിനി ഈ സൗജന്യ യാത്രാ പദ്ധതിയുടെ ആദ്യ ദിനം. വരും ദിനങ്ങളിൽ ഇത് എത്രത്തോളം വിജയകരമാകും അല്ലെ എങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാരുടെ പ്രതികരണം എന്നുള്ളത് ഇനിയും കണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.